നമസ്കാരം. രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന കർഷക സമരം മാത്രമാണ് മലയാള മാധ്യമങ്ങൾ വളരെ സജീവമായി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലും ഗൗരവതരമായ ഒരു വലിയ പ്രക്ഷോഭം വങ്കനാട്ടിൽ നടക്കുന്നുണ്ട്. മറ്റെങ്ങുമല്ല, സന്ദേശ് ഖാലിയിലാണ്, പശ്ചിമ ബംഗാളിലാണ്. അവിടെ സ്ത്രീകൾ ഒന്നടങ്കം തൃണമൂൽ കോൺഗ്രസിനെതിരെയും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെയും രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു വലിയ പ്രക്ഷോഭമായി തന്നെ ഇത് സന്ദേശ് ഖാലിയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സന്ദേശ് ഖാലിയിലേക്ക് ഒരു കേന്ദ്രമന്ത്രിയെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരാളെ പോലും കാലുകുത്തിക്കില്ല എന്നുള്ള കടുത്ത വാശിയിലാണ് ദീദിയും കൂട്ടരും. അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് കേന്ദ്രമന്ത്രിമാരെ പോലും തങ്ങൾ കയറ്റില്ല എന്നുള്ള ഒരു കട്ടായം TMC പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ബംഗാളിന്റെ പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരിയെ സന്ദേശ് ഖാലിയിൽ തടഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിൽ വലിയൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, കൽക്കട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സുവേന്ദു അധികാരിക്ക് സന്ദേശ് ഖാലി സന്ദർശിക്കാനുള്ള അനുമതി നൽകിയിരുന്നു. അങ്ങനെ കോടതി അനുമതി നൽകിയ ഒരു നേതാവിന് പോലീസ് സംരക്ഷണം ഒരുക്കേണ്ടതിന് പകരമാണ് ഇപ്പോൾ സുവേന്ദു അധികാരിയെ സന്ദേശ് ഖാലിയിൽ തടഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് തൊട്ടു മുന്നോടിയായി അവിടെ 144 പ്രഖ്യാപിക്കാനും മമതാ ബാനർജി മറന്നിട്ടുണ്ടായിരുന്നില്ല. നിലവിൽ എന്തായാലും ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളും സന്ദേശ് ഖാലിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളി അരങ്ങേറിയിരിക്കുന്നത് BJP പ്രവർത്തകരും പോലീസും തമ്മിലാണ്. കാരണം കോടതി ഉത്തരവോടുകൂടി പ്രതിപക്ഷ നേതാവ് വന്നിട്ട് പോലും അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കേണ്ടതിന് പകരം അവിടെ കലാപ സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് ബംഗാളിന്റെ പോലീസ് തന്നെയാണ്. നിലവിൽ ഇത് ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും കൂടുതൽ വീഡിയോകളും അടുത്ത മണിക്കൂറുകൾ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.